സത്യത്തിൽ രാവിലെ എനിക്ക് വെറുതെ വെള്ളം കുടിച്ച് ചായ കുടിച്ചിരിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആവശ്യമില്ല, അത് കുഴപ്പത്തിലായാലേ ഇതിന്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. മറ്റേ സന്തോഷത്തെ അളക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ ചിലപ്പോൾ പറ്റിക്കുന്നുണ്ടാവും. അവൻ ഫോട്ടോ ഇട്ടിട്ടോ അല്ലെങ്കിൽ അവൻ വളരെ ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് കാറ് മേടിച്ചിട്ടോ ഒക്കെ കാണുന്നത് കണ്ടിട്ട് ഈ മെറ്റീരിയൽസ് കണ്ടിട്ട് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ് അവൻ ഹാപ്പിയാണ് എന്നുള്ളത്. ഒരു പയ്യൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് അവനൊരു 10 വയസ്സുണ്ടാവില്ല. ഇവൻ എന്ത് ജീവിതം കണ്ടിട്ടാണ്, ഇവൻ എന്ത് ജീവിത അനുഭവത്തിൽ നിന്നാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. സന്ദേശ സിനിമയിൽ തിലകഞ്ചേട്ടൻ പറഞ്ഞ ഡയലോഗ് ഞാൻ എൻ്റെ വീട്ടിൽ കേട്ടിട്ടുണ്ട്. ഒരു ചായ കുടിക്കുമ്പം ഉള്ളിൽ ആദ്യമാണ് ഈ പൈസ വീട്ടിലെത്തിക്കാൻ പറ്റുമോ, തമാശ കേട്ടൊന്ന് ചിരിക്കാം എന്നൊക്കെ കരുതുന്നവർ കുറവായിരിക്കില്ല. ഞങ്ങൾക്ക് ഓൾറെഡി സന്തോഷമുണ്ട്, പിന്നെ ഇതിനാണ് ഇയാളുടെ വീഡിയോ കാണുന്നത്. സന്തോഷം അങ്ങനെയല്ല. നിങ്ങൾ ഡിഫോൾട്ട് ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശന്നിട്ട് ഭക്ഷണം കഴിക്കാനല്ലേ. നമ്മള് ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് കുറച്ചുകൂടെ താഴേക്ക് കൊണ്ടുവന്നാൽ ഓരോ ദിവസവും ഒന്നേ ഉള്ളൂ, ഓരോ നിമിഷവും ഒന്നേ ഉള്ളൂ. ഞങ്ങൾ തന്നെ 2 മാസം മുമ്പ് ഹോർത്തോസിന്റെ പരിപാടിക്ക് ഒരു സംഭാഷണത്തിൽ ഇരുന്നതാണ്. അതുകൊണ്ട് വീണ്ടും ഈ ഒരു കോമ്പിനേഷൻ വേണമെന്നൊരു ആശങ്ക ഞാൻ പിഷാരിനോട് സംസാരിച്ചിരുന്നു. പിന്നെ ഈ വിഷയത്തിന്റെ പേര് കേട്ടപ്പോഴാണ് ആ ഒരു പ്രശ്നം മാറിയത്. കാരണം 2 പേർ 2 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇരുന്നാൽ പോലും ഈ ലോകം മാറിയിരിക്കുകയാണ്. മറ്റൊരു ലോകമാണ്. കേൾക്കുന്നവർ വേറെയാണ്. ഒരുപക്ഷെ ഒരേ ആൾക്കാരാണെങ്കിൽ അടുത്തിരിക്കുന്നവർ പോലും വേറെ ആയിരിക്കും. അപ്പൊ ഓരോ നിമിഷവും ആസ്വദിക്കുക എന്നുള്ളതാണ് ഈ സെഷന്റെ തീം തന്നെ നമ്മോട് പറയുന്നത്. അപ്പൊ അതിന് പറ്റിയ ആളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ പിഷാരിയോട് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു യോനോ മത വിശ്വാസിയാണോ പിഷാരി? എല്ലാവർക്കും നമസ്കാരം. വിഷയം ഇവര് തീരുമാനിച്ചതാണ് എന്നെ കിട്ടിയപ്പം. അപ്പൊ തന്നെ ഇപ്പം നമ്മൾ ആനയെ കിട്ടിയാൽ ഒന്നിക്ക് തടി പിടിക്കും, വല്ല ഉത്സവത്തിന് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞതുപോലെ കിട്ടിയ ഉടനെ ഈ വിഷയം അവർ ഫിക്സ് ചെയ്തു. എന്നിട്ടാണ് എന്റെ പോസ്റ്റർ കിട്ടിയപ്പോഴാണ് വിഷയം ഞാൻ മനസ്സിലാക്കിയത്. അല്ല, അവർക്ക് അങ്ങനെ തോന്നിയല്ലോ. അതാണ് തോന്നിയത് കൊണ്ടായിരിക്കും അത് വിട്ടത്. യോലോ മതവിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം യോലോ മതവിശ്വാസിയാണ് എന്നുള്ളത് തന്നെയാണ്. ഞാൻ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുകയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് തല ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. വളരെ സമാധാനത്തോടെ സന്തോഷത്തായിട്ട് എന്ത് സംഭവിച്ചാലും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് മതവിശ്വാസിയാണ്, യോലോ മതവിശ്വാസിയാണ്. പക്ഷെ ഈ യോലോ എന്നൊക്കെ പറയുന്നത് ഇതാണെന്നൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞത്. പണ്ടേ നിങ്ങൾക്ക് ഒരു ജീവിതം ഉള്ളൂ എന്നൊക്കെ പറയുമെങ്കിൽ ഇതിന് ഇങ്ങനത്തെ പേരുകൾ വന്നതും ഈ കാര്യം ഇതാണ് ഇതിന്റെ ഫുൾ ഫോം എന്നൊക്കെ അറിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. അല്ല, അപ്പൊ അതിന് അങ്ങനെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പിഷാരടി സ്വന്തം ജീവിതത്തിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് അത് നടപ്പിലാക്കുക? ഈ മതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ്? ഈ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞത് ഒന്ന്, നമ്മുടെ സന്തോഷം ഇപ്പൊ വലിയ നമ്മുടെ വാലിഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ എല്ലാത്തിലും അക്കങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒരു ട്രെയിലർ ഇറങ്ങിയാൽ 1 മില്യൺ, സിനിമ ഇറങ്ങിയാൽ 100 കോടി, എല്ലാം അക്കങ്ങളിലും വെച്ച് അളക്കുന്ന ഒരു സ്ഥലം വന്നു കഴിഞ്ഞു. നമ്മളിട്ട പോസ്റ്റിന് എത്ര ലൈക്ക്, എത്ര ഷെയർ തുടങ്ങി എല്ലാ അക്കത്തിലോട്ട് വന്നു. അതാണ് ഒരു ഡിജിറ്റൽ തോന്നുന്നത് എനിക്ക്. നമ്മളോട് പാട്ടുകാർ പോലും പാട്ട് അയച്ചു തന്നിട്ട് ഡു വാച്ച് മൈ സോങ് എന്നാ പറഞ്ഞത്, ഹിയർ മൈ സോങ് എന്ന് പറയുന്നില്ല. പാട്ട് കേൾക്കുകയാണല്ലോ ചെയ്യുന്നത്. അവർ ലിങ്ക് അയച്ചു തന്നിട്ട് ഡു വാച്ച് മൈ സോങ് എന്ന് പറയും. അപ്പൊ അക്കങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം വരുന്നതിലുള്ള വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അക്കം കൊണ്ട് അളക്കാൻ പറ്റും. ഷുഗർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. നിങ്ങൾക്ക് ഇനി നമ്മുടെ ഗൗട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഡിയത്തിന്റെ കുറവുണ്ട്, നിങ്ങൾക്ക് എന്ത് കൂടിയാലും കുറഞ്ഞാലും അളന്നാൽ കിട്ടും. പക്ഷേ എനിക്ക് അസൂയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അളക്കാൻ ഒരു അക്കം കിട്ടുകയില്ല. ഒരു പ്രശ്നമുണ്ട് അവിടെ. ഞാൻ എൻ്റെ സ്വഭാവം എൻ്റെ പെരുമാറ്റവും വെച്ച് മനസ്സിലാക്കുന്നതല്ലാതെ എൻ്റെ അസൂയ നിങ്ങൾക്ക് അളക്കാൻ പറ്റില്ല. എൻ്റെ കുശുംബാവം ഭയങ്കര കുശുംബനാന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രശ്നം സന്തോഷത്തിനുണ്ട്. സന്തോഷം, നമ്മൾ എത്രമാത്രം സന്തുഷ്ടരാണ്, നമ്മൾ എന്ത് ഹാപ്പിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് ആയിട്ടില്ല എന്ന് വെറുതെ വിചാരിക്കുകയാണ്. സത്യത്തിൽ രാവിലെ എനിക്ക് വെറുതെ വെള്ളം കുടിച്ച് ചായ കുടിച്ചിരിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആവശ്യമില്ല, അത് കുഴപ്പത്തിലായാലേ ഇതിന്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതിന് വലിയ ആചാരാനുഷ്ഠാനങ്ങളൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ നോർമൽ ആണെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ്. ഈ നോർമലായ അവസ്ഥയുടെ മുകളിലുള്ള എന്തോ അവസ്ഥയാണ് ഹാപ്പിനെസ് എന്ന് വെറുതെ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഹാപ്പി അല്ല എന്ന് വെറുതെ തോന്നുന്നത്. ഇവിടെ വെറുതെ ഇരിക്കണവർക്കൊന്നും ഇപ്പൊ ഒരു ചുമ്മാ ഇരിക്കുന്നത് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇവരുടെ മുഖം കണ്ടാൽ വെള്ളപ്പൊക്കത്തിന്റെ ക്യാമ്പിൽ ഇരിക്കുമെന്ന് തോന്നും അല്ലേ? കൈയടിച്ച് ചിരിച്ച് സുഖമായിട്ടിരിക്കാവുന്ന ഒരു പരിപാടിയല്ലേ? നല്ല AC ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പോ ഇതിന്റെ ആചാരാനുഷ്ഠാനം ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഹാപ്പിയാണ്. വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വരെയും നിങ്ങൾ ഹാപ്പിയാണ്. ഇത് അളക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാലും ആളുകൾ
മറ്റൊരാളുടെ സന്തോഷവുമായിട്ട് താരതമ്യപ്പെടുത്തി എപ്പോഴും സ്വന്തം സന്തോഷത്തെ കാണുകയും അങ്ങനെ സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അവർ ഹാപ്പി ആണെന്ന് അവർ അറിയാത്തൊരു അവസ്ഥ ഉണ്ടെന്ന്. അതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തന്നെയാണ് ജയമോഹൻ പറഞ്ഞത്. നമ്മളിത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ മറ്റൊരാളുടെ സന്തോഷത്തെ അളക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ ചിലപ്പോൾ പറ്റിക്കുന്നുണ്ടാവും. അവൻ ഫോട്ടോ ഇട്ടിട്ടോ അല്ലെങ്കിൽ അവൻ വളരെ ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് കാറ് മേടിച്ചിട്ടോ ഒക്കെ കാണുന്നത് കണ്ടിട്ട് ഈ മെറ്റീരിയൽസ് കണ്ടിട്ട് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ് അവൻ ഹാപ്പിയാണ് എന്നുള്ളത്. നമ്മളിപ്പം ചെളി കിടക്കുന്ന പോത്ത് ഹാപ്പിയാണോ അല്ലയോ നമുക്കറിയാമോ? ചിലപ്പോൾ നമ്മളെക്കാൾ ഹാപ്പി ആയിരിക്കും പുള്ളി. ഇത് ഹാപ്പി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇത് നമ്മളെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ച് വാലിഡേഷന് വിടേണ്ട ഒരു അവസ്ഥ നമുക്ക് ഭയങ്കരമായിട്ട് മറ്റവന്റെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ ഹാപ്പി ആണെങ്കിലും ശരി, എനിക്ക് വേദന ഉണ്ടെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഇത് ഓപ്പോസിറ്റിന് കൊടുത്തിട്ട് അവൻ ഇത് സർട്ടിഫൈ ചെയ്ത് തന്നാലേ ഞാനിത് വിശ്വസിക്കുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഹാപ്പി അല്ലാത്തത്. അല്ലാതെ ഇത് ഈ ഹാപ്പിനെസ് ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് പ്രശ്നമൊന്നുമല്ല. പിന്നെ നമ്മൾ ബ്രെയിനിൽ ഒരു പാരഡോക്സ് ഉണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ ചിന്തകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഇതൊരു വലിയ പ്രശ്നമാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളണം. ചിന്തിക്കാൻ പറ്റും, ചിന്തകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അടുത്ത നിമിഷം എന്താ ചിന്തിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള കഴിവുമില്ല. ഇപ്പൊ നമ്മൾ തുടങ്ങിയപ്പോൾ ഇപ്പൊ ഇത്ര എത്തിയില്ലേ, നമുക്കറിയില്ലായിരുന്നു ഇത് എങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. അപ്പം പലപ്പോഴും വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ തലയ്ക്കകത്ത് ജീവിക്കുന്നതിൻ്റെ ഒരു വലിയ കുഴപ്പമുണ്ട്. സുഖം പൊതുവെ ബ്രെയിനിന് ആണ് സെൻസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ സുഖം അനുഭവിക്കുന്നത്. കണ്ണ്, കാത്, ത്വക്ക്, നാക്കിൽ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ഫുൾ ടൈം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ചിലപ്പോൾ മൊബൈൽ നോക്കിയിരിക്കുന്നു. അപ്പൊ അത് നമ്മൾ അറിയുന്നില്ല. പലതരത്തിൽപ്പെട്ട ഫിസിക്കലായ രസങ്ങൾ നമ്മൾ തലച്ചോറിൽ വേറെ സാധനം ഉള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല. തല ഇച്ചിരി ഫ്രീ ആക്കി ഇട്ടാൽ, തലയിലെ കുറച്ച് ആവശ്യമില്ലാത്ത സ്ക്രീൻഷോട്ടുകൾ ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് നമുക്ക് കുറച്ചുകൂടെ സന്തോഷം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഒരുമിക്ക വഴിപാടുകളും ശരീരത്തെ വേദനിപ്പിക്കുന്നതാണ്. നിലത്ത് കിടന്ന് ഉരുളുക, ശൂലം കുത്തുക, തീര് നടക്കുക, വ്രതം എന്ന് പറഞ്ഞ് പട്ടിണിക്കിരിക്കുക. അപ്പൊ നമുക്ക് ഒരു 2 ദിവസമൊക്കെ വിശന്ന് കഴിയുമ്പോൾ തലയിൽ നല്ല ബോഡിക്ക് പ്രശ്നം വരുമ്പോൾ തല ബോഡിയുടെ അടുത്തേക്ക് വരും. അപ്പൊ നല്ല സമാനായി ഉരുണ്ടെണീറ്റപ്പം ഒരു നിർവൃതി. കാരണം ശരീരം നൊന്തേ, ശരീരം കൊല്ലുമ്പോ തലച്ചോറിൽ നിന്ന് നമ്മൾ ബോഡിയിലോട്ട് ഇറങ്ങി ജീവിക്കുകയാണ്. അപ്പോ ബോഡിയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ കുറച്ചുകൂടെ നമ്മൾ ഹാപ്പി ആവും. നമ്മൾ ആവശ്യമില്ലാതെ തലയ്ക്കകത്ത് ജീവിക്കുന്നതിന്റെ ഒരു വലിയ കുഴപ്പമാണ് ഹാപ്പിനെസ് ഇല്ലാതാക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഈ യോലോക്കാർ സ്ഥിരം പറയുന്ന ചില സാധനങ്ങളുണ്ട്. മനസ്സ് പറയുന്നത് കേൾക്കുക, അതുപോലെ റിസ്ക് എടുക്കുക, കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക. അപ്പം രമേഷ് പിഷാരടി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ സന്തോഷം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ യോലോ മതത്തിൽ തുടരുന്നത്? അതൊരു ഈ മോട്ടിവേഷൻ മുട്ടിയിപ്പോ ഇനി എന്ന ആൾക്കാർ മരിക്കുന്നതെന്നും കൂടെ അറിഞ്ഞാൽ മതി. അത്രയും മോട്ടിവേഷൻ ഉണ്ട് ഇന്റർനെറ്റിൽ. മൊത്തത്തിൽ ആര് തട്ടിയായി ഞാൻ നോക്കുമ്പോൾ ഇത്ര ഒരു പയ്യൻ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അവനൊരു 10 വയസ്സുണ്ടാവില്ല. ഇവൻ എന്ത് ജീവിതം കണ്ടിട്ടാണ്, ഇവൻ എന്ത് ജീവിത അനുഭവത്തിൽ നിന്നാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. ഒന്നും എത്തിയിട്ടില്ലാത്ത അവരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശത്തിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവൻ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ മോട്ടിവേഷൻകാർ പറയുമല്ലോ, നിങ്ങൾ നിങ്ങളുടെ പാഷന് പുറകെ പോവുക എന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് പാഷനുള്ള സ്ഥലവും പ്രതിഭയുള്ള സ്ഥലവും ഒന്നല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. എനിക്ക് പാഷൻ പാട്ടിനോടാണ്, എനിക്ക് പ്രതിഭ കണക്കിലാണ്. ഞാൻ അക്കൗണ്ടന്റ് ആകാൻ പോകാതെ പാട്ടിന്റെ പുറകെ പോയാൽ പാടാൻ പ്രതിഭയില്ലെങ്കിൽ എനിക്കൊരു സ്ട്രെസ് വരും. അപ്പൊ നമ്മളൊരു ഫോർമുല 1 റേസ് നടക്കുന്ന ഒരു ട്രാക്കിൽ ഓട്ടോറിക്ഷയായിട്ട് ചെന്ന അവസ്ഥ വരും നമുക്ക്. നമ്മുടെ നല്ല ഈ ഓട്ടോറിക്ഷ കൊണ്ട് നാട്ടെന്ന് സ്ട്രെസ് അടിക്കുക എന്നുള്ളതല്ലാണ്ട് വേറൊരു പ്രയോജനവും അതിനകത്ത് കിട്ടില്ല. അപ്പൊ ഈ സൈസ് മോട്ടിവേഷൻ കൊണ്ടും ഒക്കെ നിങ്ങൾ തെറ്റായ സ്ഥലങ്ങളിൽ കംഫർട്ട് സോൺ പൊട്ടിക്കുക എന്നുള്ളതല്ല. ഇത് പൊട്ടിച്ച ശേഷം നിങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളതും കൂടെ ഒരു വലിയ ഘടകമാണ്. ഇത് പൊട്ടിച്ചിട്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി നിന്നാൽ വീണ്ടും നമുക്ക് ടെൻഷൻ വരും. അപ്പം അത്തരത്തിലുള്ള പറച്ചിലുകളും കാര്യങ്ങളെക്കാളൊക്കെ നമുക്ക് കുറച്ച് നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സന്തോഷമുള്ള സ്ഥലങ്ങളിലായിരിക്കുക എന്ന് പറയുന്നതാണ് വലിയ കാര്യം. ഈ സന്തോഷവുമായി ബന്ധപ്പെട്ടിട്ട് സക്സസിന് വലിയ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലർക്ക് അത് അങ്ങനെയാണ്, ചിലർക്ക് അങ്ങനെ അല്ല. ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, സാധാരണ ഒരു കുഞ്ഞു വീട്ടിൽ മര്യാദക്ക് ഒരു കുഞ്ഞു കുടുംബവുമായി ഒരു കുഞ്ഞു ജോലി ചെയ്ത് അവനവന്റെ കാര്യം നോക്കി വളരെ ഹാപ്പിയായി ജീവിക്കുന്നവരുണ്ട്. ഒരു പക്ഷെ നമ്മൾ രാത്രി വെയിറ്റ് ഷെഡിലോ മറ്റോ കിടക്കുന്ന ഒരാളെ കണ്ട് നിങ്ങൾ ചിലപ്പം ഇവൻ പാവെന്ന് വിചാരിക്കുന്ന അവൻ നല്ല സന്തോഷമായിട്ടായിരിക്കാം കിടക്കുന്നത് ആണെന്നല്ല പറയുന്നത്. അപ്പൊ സന്തോഷം വേറൊരു സ്ഥലത്ത് നമുക്ക് കണ്ടെത്തേണ്ടതാണ്. ഇപ്പോഴൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷവും സമാധാനവും എന്ന് പറയുന്ന 2 വാക്കുകളിൽ
സമാധാനം ബോറടിക്കുന്നതായി പോയി. സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ. ഇല്ല, നിങ്ങൾ ചില അപ്പാപ്പന്മാരൊക്കെ വീടിന്റെ ഇറയത്തിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു 2 മണിക്കൂർ ഒറ്റിരിക്കുക, ചുമ്മാ ഇരിക്കും. നമുക്കിപ്പോ ചുമ്മാ ഇരിക്കാൻ വലിയ പാടാണ്. സന്തോഷം സമാധാനത്തിനകത്തെ സമാധാനം വല്ലാതെ ബോറിംഗ് ആയി തുടങ്ങിയത് കൊണ്ട് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇത്തിരി സമാധാനം കൂടെ ആസ്വദിക്കാൻ പഠിച്ചാൽ, ഇത്തിരി ബോറടിക്കാൻ കൂടെ പഠിച്ചാൽ, കറണ്ട് പോയിട്ട് കറണ്ട് വരുമ്പോഴുള്ള സന്തോഷം ചുമ്മാ കറണ്ട് ഉള്ളപ്പോൾ നിങ്ങൾക്കില്ലല്ലോ അല്ലേ? അരമണിക്കൂർ കറണ്ട് പോയിട്ട് ഇത് വരുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമില്ലേ? ആ സന്തോഷം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇതില്ലാത്ത അവസ്ഥകൾ എപ്പോഴും ഉണ്ടാകണം. കോൺസ്റ്റന്റ് ആയിട്ട് ഫീഡ് ചെയ്യപ്പെടുകയും കോൺസ്റ്റന്റ് ആയിട്ട് ഹാപ്പി ആയിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മളെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ബോറടിക്കാൻ വിടുക. നല്ല ബോറടിയിലിരുന്ന ശേഷമൊക്കെ ഇറങ്ങിയാലേ ഇത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പം ഞാൻ പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആണ്. അവർക്ക് എല്ലാം അറിയാം. അവർ ഭയങ്കര അബാൻഡൻസ് എന്ന് പറയും. അവർ അത്ര സമൃദ്ധിയിലും ഇവർക്ക് ചിലപ്പോൾ മാനസികമായ സന്തോഷത്തിന്റെ കുറവുണ്ട്. അത് നിരന്തരം സന്തോഷമായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണെന്നും തോന്നിയിട്ടുണ്ട്. പുതിയ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഈ ഹാളിൽ കൂടുതലും പുതിയ കുട്ടികളാണ് ഉള്ളത്. അപ്പൊ അവരുടെ കാര്യം എടുത്താൽ എനിക്ക് തോന്നാറുള്ളത് ഈ 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന ആ ടീം വരെ അവർക്ക് കൂടുതലും അവരുടെ പഴയ തലമുറയെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇനി ഭാവിയിൽ എന്താകും എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടി അത് കുറവല്ലേ? അവരല്ലേ ഈ പറയുന്ന യോലോ എന്ന വാക്ക് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഈ നിമിഷത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റവരുമായി കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മൾ ആ കാലത്തെ പിള്ളേർ ഈ കാലത്തെ പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പുറകോട്ട് മാത്രമേ ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അത് വെച്ച് നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ നമുക്ക് വലിയ സന്തോഷമായിരുന്നു. ഇത്തരത്തെ ആളുകൾക്ക് ലോകം മുഴുവൻ അറിയാം. അവർക്ക് എല്ലാ കാര്യങ്ങളും എന്താണെന്നൊക്കെ അറിയാം. നമുക്ക് ഈ പോർഷെ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെന്നും അത് കാർ ഇറക്കുന്നുണ്ടെന്നും അറിഞ്ഞാലാണല്ലോ ഇതിനെക്കുറിച്ച് നമുക്കൊരു പ്രശ്നമുള്ളൂ. എനിക്കിതില്ലെന്നും ഇതെനിക്ക് കിട്ടിയിട്ടില്ലെന്നും ഒക്കെ ഉള്ള സങ്കടമുള്ളൂ. നമുക്കിത് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഉജാലയുടെ കുപ്പിക്ക് തുളയിട്ട് ഹവായി ചെരുപ്പ് ഇട്ട് തള്ളിക്കൊണ്ട് നടന്നപ്പോൾ നല്ല സന്തോഷമായിരുന്നു. നമ്മുടെ വിചാരം ഇത് ഭയങ്കര ടോപ്പാണ്. ഇപ്പൊ 3-4 ടൈപ്പ് ഉണ്ടായിരുന്നത്. കവറുള്ള മിഠായി ഇല്ലല്ലോ, പൊതി ഇല്ലല്ലോ മിഠായിക്ക്. അപ്പോ ഇപ്പം മാളുകളിൽ പോയി ഇലക്ട്രിക് കാറ്, ഡാഷിംഗ് കാറൊക്കെ ഓടിക്കുന്ന ഒരുത്തന്നെ ലോകപരിചയം കൂടുതലാണ്. ഇവൻ വളരെയധികം ലോകപരിചയമുണ്ട്. പക്ഷെ നമ്മൾ 3-ാം ലോക രാഷ്ട്രങ്ങളിൽ നിന്നുകൊണ്ട് ഇതെല്ലാം അറിയുകയും അവിടെ എത്തിപ്പെടാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ലോണം വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡിന് അടുത്തെത്തിയ ശേഷം നിങ്ങളോട് തിന്നാതിരിക്കാൻ പറഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അറിയാം ഇവിടെ ഫുഡ് ഇരിപ്പുണ്ടെന്ന്, നിങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു സ്ട്രെസ് ഇല്ല. അത് പുതിയ കാലത്ത് ഒരു ഇത്തിരി കൂടുതലാണ്. ഇവർക്ക് എല്ലാത്തിനെ കുറിച്ചും അറിയാം. പക്ഷെ നമ്മുടെ രാജ്യത്തോ നമ്മുടെ ചുറ്റുപാടുകളിലോ അറിയുന്നത് പോലെ അതിലേക്ക് എത്താനുള്ള സൗകര്യം ഇല്ലെന്ന് തോന്നാറുണ്ട്. അല്ല, അറിവിന്റെ കാര്യം കൂടാതെ മറ്റൊന്ന്, ഈ പഴയ ആൾക്കാരൊക്കെ സന്തോഷം അവരുടെ ഒരു ആദ്യ പരിഗണന ആയിരുന്നില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ട് സന്തോഷിക്കാമെന്ന് ഇരിക്കുകയും റിട്ടയർമെന്റിന് ശേഷം ഈ സന്തോഷത്തിന്റെ വഴികളിലേക്ക് പോയ ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കൂടുതലും ഇന്ന് സന്തോഷിക്കേണ്ടത് ഇന്ന് സന്തോഷിക്കുക, ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രധാന കാര്യമാണെന്ന് വിശ്വസിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ഉണ്ട്. അന്ന് നമ്മൾ കുടുംബം നോക്കുക, പണിയെടുക്കുക എന്ന് പറയുന്നത്, പണിയെടുത്ത് സമൂഹത്തെ ബോധിപ്പിക്കുക എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഒരു സന്തോഷമെങ്കിൽ അതവർ സന്തോഷിച്ചില്ല എന്നുള്ളതല്ല, അവരാ ത്യാഗം ഭയങ്കര സന്തോഷമാക്കി എടുത്തിരുന്നു. ഞാൻ ഭയങ്കര ത്യാഗിയായിരുന്നു എന്ന് പറഞ്ഞ അവനവനൊരു മെന്റൽ റിവാർഡായിരുന്നു ഞാൻ ഈ ത്യാഗം മുഴുവൻ ചെയ്തു എന്ന് പറയുന്നത്. അത് ആ തലമുറക്കുണ്ട്. ഇപ്പൊ അങ്ങനെ അത്ര കണ്ട് ചിന്തിക്കുന്ന കാര്യമൊന്നുമില്ല. ഞാൻ പോലും എൻ്റെ പിള്ളേർക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പം വേണേ പണിയെടുക്കട്ടെ എന്നൊരു ചെറിയ ലൈൻ എനിക്കുണ്ട്. പക്ഷെ എൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നില്ല. സന്ദേശ സിനിമയിൽ തിലകഞ്ചേട്ടൻ പറഞ്ഞ ഡയലോഗ് ഞാൻ എൻ്റെ വീട്ടിൽ കേട്ടിട്ടുണ്ട്. ഒരു ചായ കുടിക്കുമ്പം ഉള്ളിൽ ആദ്യമാണ് ഈ പൈസ വീട്ടിലെത്തിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ ഡയലോഗ് കേട്ടപ്പം ഞാനിതെൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത്ര ആദ്യമൊന്നുമില്ല, ഞാൻ കുടിക്കും. പിള്ളേർ വേണമെങ്കിൽ ശരീരയുടെ മക്കളാകുമ്പോഴത്തേക്ക് അതിലും കൂടുതലായിരിക്കും. ഏതാ ഈ പൈസ ചെലവാക്കാനുള്ള, പൈസ ഉണ്ടായാൽ മാത്രം പോരല്ലോ, സന്തോഷത്തിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കാനുള്ള ഒരു മനസ്സും കൂടി വേണമല്ലോ. ആ മനസ്സും ഓരോ ജനറേഷൻ കഴിയുമ്പോഴും കൂടി വരികയാണ്. പൈസ ചെലവാക്കാൻ ഇവർക്ക് അങ്ങനെ ഒരു പുതിയ ബാച്ചിന് അത് അറിയുന്നില്ല. അവരൊരു തീപ്പെട്ടി മേടിക്കാൻ കടയിൽ പോകാൻ പോലും നമ്മൾ പറയുന്നില്ല. നമ്മൾ കൂടി പോയി അപ്പുറത്തെ മുറിയുന്ന ഒരു മൊബൈലിന് ചാർജ് എടുത്തു തരാനേ പറയാറുള്ളൂ. അത് തന്നെ അവന്മാർ എന്തെങ്കിലും പഠിക്കുമെന്നോ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതും പറയാറില്ല. അതുകൊണ്ട് ആ പ്രശ്നം കാര്യമായിട്ട് അവർക്കില്ല. ഇതൊക്കെ സ്വന്തം അനുഭവം കൂടെ ചേർത്ത് ഉള്ള ചോദ്യങ്ങൾ തയ്യാറായി കൊടുക്കും.
റെഡിയാക്കി വെക്കുക അവസാനം ചോദിക്കാൻ. ഞാൻ ചോദിക്കും പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ചോദ്യം. ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ത്യാഗത്തിന്റെ കേസ് പറഞ്ഞല്ലോ, ഈ സമൂഹവും വലിയ ത്യാഗം ചെയ്യുന്ന ആൾക്കാർ, സന്തോഷിക്കാത്ത ആളുകൾ, ലക്ഷ്യമെടുക്കാത്ത ആൾക്കാർ ചെയ്യുന്നതാണ് മഹത്തായ കാര്യം എന്ന് വിചാരിച്ചത് ഒരു പ്രശ്നമല്ല. ഇപ്പൊ നമ്മള് ചില ആൾക്കാർ നോക്കുമ്പോ പൊതുപ്രവർത്തകരെ എടുക്കുക. അപ്പം ഉമ്മൻചാണ്ടി അദ്ദേഹം ഉറങ്ങാറില്ല, കുടുംബത്തിന് സമയം കൊടുക്കാറില്ല, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതൊരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറയുന്ന പുള്ളി 16 മണിക്കൂറോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ അതിന് മഹത്വവൽക്കരിക്കുന്നതിൽ ഒരു പ്രശ്നമില്ലേ? ഒരാള് ഉറങ്ങണം, ലക്ഷ ടൈം ആണെങ്കിലും ഫാമിലി ആയിട്ട് ടൂർ പോകണം, അങ്ങനെയുള്ള ഓരോരുത്തരുടെ സന്തോഷം ഓരോ തരുവാ. അല്ല, അത് സന്തോഷമാണ്. ഉമ്മൻചാണ്ടി സാറിന് അടുത്തൊരു 4 പേരല്ലേ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ചുറ്റും ആളില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇവർക്ക് ആ ആൾട്ടിറ്റ്യൂഡ് എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇവരവിടെ എത്തുന്നത്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, വയ്യോതെ ഒറ്റത്തിരിക്കുന്ന സമയത്തും അദ്ദേഹം ആള് വേണമായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ഓരോരുത്തരുടെയും ചിലർ സിനിമ കാണുന്നതാണ് സന്തോഷം, ചിലർക്ക് വെറുതെ വീട്ടിൽ നിന്ന് കള്ളു കുടിക്കുന്നതാണ് സന്തോഷം, ചിലർക്ക് ഇന്റർനെറ്റിലൂടെ വേറെ വലിയ ആൾക്കാരും തെറി പറയുന്നതാണ് സന്തോഷം. അപ്പൊ ഇതിനങ്ങനെ കോമൺ ആയിട്ട് ഞാൻ ചെയ്യുന്ന സന്തോഷം അവൻ അനുഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് അവൻ അങ്ങനെ സന്തോഷിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റായ വിചാരം മാത്രമാണ്. എല്ലാവരും ഒക്കെ സന്തോഷിക്കുന്നുണ്ട്. അവൻ സന്തോഷിക്കുന്ന വഴിയല്ല നമ്മൾ സന്തോഷിക്കുന്ന വഴി എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സംസാരിച്ചത് ഈ ആകെ ഒരു തവണ ജീവിക്കുന്നുള്ളൂ എന്ന് പറയുന്നതിനകത്ത് ഇത് ഒരു ഭയങ്കര ടാസ്ക് ആയിട്ട് ഇപ്പൊ പോലെ ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സന്തോഷത്തെ അന്വേഷിച്ച് സന്തോഷം കണ്ടെത്തി എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ടല്ലോ, ഇത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഇത് ഇൻബിൽറ്റ് ആയിട്ടുള്ള സാധനമാണേ. ഇത് ഓക്സിജൻ നമ്മൾ വലിക്കുന്ന അറിയുന്ന പോലെയാണ്. ഇത് നമ്മൾ ശ്വാസം എണ്ണി വലിക്കാൻ തുടങ്ങിയാൽ എന്ത് ടെൻഷൻ ഉണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് എത്ര എണ്ണം വലിച്ചു, 6 എണ്ണം കൂടെ വലിക്കണം, ഇനി അടുത്ത മിനിറ്റ് വലിയ ചത്തു പോകുന്നു. ഇത് നടന്നോളും. നിങ്ങൾ ജനിച്ചപ്പോ തൊട്ട് ഈ പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ. നേരെ മറിച്ച് എണ്ണി വലിക്കാൻ തുടങ്ങിയാൽ ഇതിനൊരു സ്ട്രെസ് വരും ശ്വാസം വലിക്കുന്ന കാര്യത്തിൽ. ഈ സന്തോഷം നമ്മൾ എണ്ണി എടുക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇത് ഇഷ്ടം പോലെ കിടക്കുക. എത്ര കാര്യങ്ങളായിട്ട് എവിടെയെല്ലാം എന്തെല്ലാം പരിപാടിയായിട്ടാണ് സന്തോഷം കിടക്കുന്നത്. ഞാൻ ഇപ്പോഴും ട്രെയിനിൽ പോകുമ്പോൾ ജനലിൽ കൂടെ ടാറ്റ കൊടുക്കുമല്ലോ, പിള്ളേർക്കൊക്കെ സൈഡിൽ ടാറ്റ കൊടുക്കും. ഒരു രസമാന്നേ. ഇത് ഭയങ്കര കണ്ടുപിടിച്ച് മീറ്റിംഗ് നടത്തി അവിടെ ഇച്ചിരി സന്തോഷം കൊണ്ട് എടുക്കാന്ന്. നിങ്ങൾ ട്രെയിനിൽ നിന്ന് ടാറ്റ കൊടുത്ത് നോക്ക്, ഭയങ്കര സന്തോഷമാണ്. പിള്ളേർ റോട്ടിൽ നിൽപ്പുണ്ടാവും. അപ്പൊ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ സന്തോഷം തുടങ്ങാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായിരുന്നു. അതല്ല, അതുകൊണ്ട് ഇവിടെ കിടക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ സാധനം നമ്മളെല്ലാം വളരെ സന്തോഷമാണെന്നുള്ളത്. അതാ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുക. ഈ സാധനം ഒട്ടും അവൈലബിൾ അല്ല. സമൂഹം ഭയങ്കര പ്രശ്നമാണ്. അത് സമൂഹം, ഞാൻ പറയുന്നത് സമൂഹം പ്രശ്നമായതല്ല, സോഷ്യൽ ട്രാൻസ്പെറൻസി കൂടിയതാണ്. ആ ലോകത്തിന്റെ ഏത് മൂലയിൽ എവിടെ എന്ത് നടന്നാലും നമ്മൾ അറിയുന്നു. ഇത് അറിയാതിരിക്കാൻ നമുക്ക് വേറെ നിർവാഹമില്ല. ഇതിങ്ങനെ അറിഞ്ഞറിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എല്ലാം നെഗറ്റീവും കൂടെ കൂട്ടം കൂടിയിട്ട് നമ്മൾ തോന്നുന്നു ഇത് ഭയങ്കര പ്രശ്നം പിടിച്ചൊരു ലോകത്ത് വളരെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ജീവിക്കുന്ന അങ്ങനൊന്നുമില്ല. പണി നടന്നോളും. അതിന്റെ വേറൊരു സൈഡ് നോക്കിയാൽ ഈ ഡീഫോൾട്ട് ആയിട്ട് എല്ലാവരും വളരെ സന്തോഷത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഈ രമേഷ് പിഷാരടിയുടെ തമാശ കേട്ടൊന്ന് ചിരിക്കാം എന്നൊക്കെ കരുതുന്നവർ കുറവായിരിക്കില്ല. ഞങ്ങൾക്ക് ഓൾറെഡി സന്തോഷമുണ്ട്, പിന്നെ എന്തിനാണ് ഇയാളുടെ വീഡിയോ കാണുന്നത്? അങ്ങനെയല്ല. നിങ്ങൾ ഡിഫോൾട്ട് ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശന്നിട്ട് ഭക്ഷണം കഴിക്കണല്ലേ? ഭക്ഷണം കഴിക്കുന്നത് സന്തോഷമല്ലേ? ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾ സന്തോഷത്തിൽ ഇരിക്കണമെങ്കിൽ പുതിയ ഷർട്ടും മുണ്ടും മേടിച്ചിരുന്നില്ലേ? പുതിയ വാച്ച് മേടിച്ചിരുന്നില്ലേ? അപ്പൊ ഡിഫോൾട്ടായിട്ട് സന്തോഷത്തിലിരുന്നാൽ ഇതിങ്ങനെ നമ്മൾ ക്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും നമുക്ക് ഒരു സന്തോഷം, അടുത്ത സന്തോഷം, ഇതിങ്ങനെ ഉണ്ട്. ഡിഫോൾട്ടായിട്ടൊരു സന്തോഷം ബേസാണ്. ഇത് ആഡൗണാണ്. നിങ്ങളുടെ വീട്ടില് ഇടയ്ക്കൊരു കല്യാണം നടക്കുമല്ലോ, അന്നൊരു ബിരിയാണി കിട്ടുമല്ലോ. ബാക്കിയുള്ള ദിവസം ചോറ് തിന്നുന്നത് ദുഃഖവും ബിരിയാണി കിട്ടിയത് മാത്രമാണ് സന്തോഷമൊന്നും വിചാരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ പരിപാടി നിങ്ങളുടെ ബിരിയാണിയാണ്. നിങ്ങളുടെ വീട്ടിലെ ചോറ് കൊണ്ട് സന്തോഷിക്കാൻ നിങ്ങൾ പഠിച്ച സംഗതി അടിപൊളിയാണ്. ബിരിയാണി മുടക്കരുത്. എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസർ ടൈമിൽ നമുക്ക് ആവശ്യമുള്ള, നമ്മളെ കണ്ട് രസമുള്ള പ്രകടനങ്ങൾ കണ്ട് നമ്മൾ ചിരിക്കുന്ന. നിങ്ങൾക്ക് വെള്ളം കുടിച്ചാലും ദാഹം മാറും, നാരങ്ങ വെള്ളം കുടിച്ചാലും ദാഹം മാറും, ജ്യൂസ് കുടിച്ചാലും ദാഹം മാറും. നിങ്ങൾ ജ്യൂസ് മേടിച്ച് കുടിക്കുന്നില്ല ഇടയ്ക്ക്? ഞാൻ ജ്യൂസാ, വെള്ളമുണ്ട്. ചിരിക്ക് എത്ര പ്രാധാന്യമുണ്ട് നമ്മുടെ യോനോ മതത്തിൽ? ചിരിക്ക് പ്രാധാന്യമുള്ളൂ. ചിരിക്കുക. ഞങ്ങളുടെയൊക്കെ സൗഹൃദ കൂട്ടായ്മയിലൊക്കെ നിങ്ങൾ വന്നിരുന്നാൽ നിങ്ങൾ ഇപ്പൊ കരഞ്ഞോണ്ടിറങ്ങിപ്പോകും. അത്ര ക്രൂരമാണ് തമാശകൾ. വല്ലതൊക്കെ പറ്റി ഒരു വാക്കൊക്കെ തെറ്റിപ്പോയാലോ ഒരു കാര്യമൊക്കെ പോയാലോ അവനെ കൗണ്ടർ അടിച്ച് കരയുന്ന അവന്റെ പിടിവിടുന്നവരെ കൊല്ലങ്ങളോളം
ഇതൊക്കെ പറഞ്ഞ് നശിപ്പിച്ചും അവന്റെ ചാറെടുക്കുന്ന അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അവനും സന്തോഷം, അവൻ അതിനു വേണ്ടി കാത്തിരിക്കും, അവൻ തിരിച്ചു പറയും. കാരണം ഞങ്ങൾ ആരും അങ്ങനെ ഇതൊന്നും പേഴ്സണലായിട്ട് എടുക്കാറില്ല. വളരെ വൈകാരികമായിട്ട് അവൻ എന്നെ പറഞ്ഞതെടുത്ത് അങ്ങനെ അത്ര വൈകാരികമായ സമീപനങ്ങൾ നല്ല സൗഹൃദങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം ചിരിച്ചോണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചില കോമഡി സ്കിറ്റുകളിലേക്ക് താഴെ ചേട്ടൻ തമാശയാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് എന്തിനാണ് ചിരിക്കുന്നത്, ഇതിൽ ചിരിക്കാനൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പറയരുത്. ഇത് നമ്മുടെ ആവശ്യമാണ്, ഇതിനൊന്നും ആളില്ല ഈ പണിയൊന്നും എടുക്കാനായിട്ട്. അപ്പൊ കിട്ടുന്ന സാധനം വെച്ച് പറ്റണ പോലെ ചിരിച്ചോളൂ, അത്രേ ഉള്ളൂ. വിശക്കുന്നവൻ ബിരിയാണി തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. നമുക്ക് ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കിട്ടുന്ന സാധനം വെച്ച് കുഞ്ഞു സാധനങ്ങൾ വെച്ച് കിട്ടണ വെച്ച് നമ്മൾ അവിടെ നിന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച്, ഞാൻ ഒരിടത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഇത് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് കോൺട്രാക്ട് കൊടുത്ത് ചെയ്യിക്കാനൊന്നും പറ്റില്ല എന്നെ സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത്. അതൊന്ന്. രണ്ട്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണല്ലോ നിങ്ങൾക്ക് കടം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ സന്തോഷവാനല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെന്നിരിക്കുമ്പോൾ ചില ആൾക്കാർ നിങ്ങൾ വന്നപ്പോൾ നല്ല രസമായിരുന്നു ചിരിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ ആദ്യം ഞാൻ സന്തോഷവാനായിരിക്കണം, എന്നാലേ പുറത്തോട്ടൊരു ഇച്ചിരി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെ മറ്റേ പിള്ളേരുടെ മോട്ടിവേഷൻ പോലെ ആയിപ്പോവും. അവനൊരു ഗണ അറിയത്തില്ല ലോകത്തിനെ പറ്റി, ജീവിതത്തിനെ പറ്റി. അവനെ പിടിച്ചൊരു ഒറ്റ ലോൺ എടുത്തു കൊടുത്താൽ അവന്റെ മോട്ടിവേഷൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ അച്ഛൻ ലോൺ അടയ്ക്കണോണ്ടോ മോട്ടിവേഷൻ പിടിച്ചാൽ കിട്ടിയോ, പിടിച്ച് നല്ലൊരു ഹോം ലോൺ എടുത്തങ്ങ് കൊടുക്കണം 9.5% പലിശയ്ക്ക്. പിന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. പണിക്ക് പോണ ഞാൻ കാണിച്ചു തരാം. അതാ പറഞ്ഞേ. അപ്പം സന്തോഷം ഇങ്ങനെ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ സന്തോഷിക്കുന്നവരെ, അല്ലെങ്കിൽ ഈ ജീവിതമാണ് ഒരു തവണ കിട്ടിയൊരു സംഗതിയാണ്, ഈ നിമിഷം ആസ്വദിക്കേണ്ടതാണ് എന്ന് വിചാരിക്കുന്നവരെ നശിപ്പിക്കുന്ന ഈ സന്തോഷ കൊല്ലികളായിട്ടുള്ള ചില ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുള്ളവരാണ്. ഇപ്പം ചിലത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉല്ലാസയാത്രയ്ക്ക് പോയി അപകടത്തിൽപ്പെട്ടു എന്ന് വാർത്ത കാണുമ്പോൾ, ഉല്ലാസയാത്രയ്ക്ക് പോയിട്ടല്ലേ, അതായത് ഒരു തീർത്ഥയാത്രയ്ക്ക് പോയി അപകടത്തിൽപ്പെട്ടാൽ ഉണ്ടാകുന്ന സെന്റിമെന്റ്സ് ഇവിടെ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ 4 പേര് കൂടിയിരുന്ന് ചിരിക്കുന്ന കാണുമ്പോൾ അവിടെ പോയിട്ട് മോറൽ പോലീസിങ് ഇറക്കുക, അല്ലെങ്കിൽ ഇതെന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇങ്ങനത്തെ ഈ ചൊറിയന്മാരുണ്ടല്ലോ, ഇവരുടെ സാന്നിധ്യത്തെ നേരിടാൻ നമ്മൾ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്? ഞാൻ ഇപ്പൊ പറഞ്ഞ വിഷയമുണ്ട്. ഒന്ന്, ഇവര് സന്തോഷവാന്മാരല്ല. ഇവന്റെ ഈ ചിന്ത ആദ്യം ഇവനാ ഉണ്ടായത്. ഇവൻ ഒട്ടും സന്തുഷ്ടനല്ല എന്നുള്ളത് കൊണ്ട് ഇവന് വേറെ ആരെയും സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് ഇവനെ കൊണ്ട് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇവൻ ഇത് പറയും. മറ്റൊന്ന്, ഈ നമുക്ക് പരിണാമത്തിൽ നമ്മളെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ. അതുകൊണ്ടാണല്ലോ കാട്ടുതീ ഉണ്ടാവും എല്ലാ ജീവിയും ഓടുന്നത്. ഇതിനറിയാം ഇത് തീയാണ്, പൊള്ളും എന്നുള്ളത്. അപ്പൊ നമ്മളെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ പറ്റുന്നതിനേക്കാൾ റിസ്ക് ഉള്ളൊരു കുഞ്ഞു സാധനം ആലോചിച്ചാൽ പോലും നെഗറ്റീവുകളുടെ തലയിൽ പോപ്പപ്പ് ചെയ്ത് വരും. ഇതുകൊണ്ടുള്ള ദോഷങ്ങളാണ് ആദ്യം പോപ്പപ്പ് ചെയ്ത് വരുന്നത്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നൊരു പ്രശ്നത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആരെങ്കിലും ഓവർ തിങ്ക് ചെയ്തിട്ട് ഞാൻ ഇലോൺ മസ്കോ ഇയാളോ ഒക്കെ ആവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓവർ തിങ്ക് ചെയ്യുന്നത് മുഴുവൻ ഞാൻ ദരിദ്രനാവുന്ന ചിന്തിക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ടു പോകും, ഞാൻ വഴിയാധാരമായി പോകും, ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ഓവർ തിങ്ക് ചെയ്യുന്നത്. ഓവർ തിങ്ക് എന്ന് പറയുന്നൊരു വാക്കിന് യഥാർത്ഥത്തിൽ കൂടുതലായി ചിന്തിക്കുന്നു എന്ന അർത്ഥമേ ഉള്ളൂ. പക്ഷെ ഇവനെല്ലാം കുറവാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ടെൻഷൻ അടിക്കുന്നത്. അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന വാക്ക് ശരിക്കും നമ്മൾ ധനികരാവും, നമ്മൾ ഭയങ്കര പണക്കാരനായി, നമുക്ക് കുറെ നല്ല സെറ്റപ്പിൽ ജീവിച്ച് എല്ലാ സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണ് ഓവർ തിങ്കിങ്. എന്താ മരുന്ന് കഴിക്കുന്നത്? അതിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഭയങ്കര ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കുന്നത്, ആരെല്ലാം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടല്ലോ അവൻ നശിക്കുന്നതിനെ പറ്റി മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ഈ പറഞ്ഞ കൂട്ടുകാരുടെ അവസ്ഥ. ഇവൻ വന്ന് ഇങ്ങനെ പറയും നിങ്ങൾ അതെടുക്കണോ, അത് അവനെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്, നമ്മളെ കൊണ്ട് ചിലപ്പോൾ അത് പറ്റും. അത് ആളുകൾ അങ്ങനെ. ചില ആളുകൾക്ക് നിങ്ങൾ പേഴ്സ് ഗിഫ്റ്റ് കൊടുത്തു നോക്കണം. ഇവൻ പറയും ഇതെന്റെ ഐശ്വര്യമുള്ള പേഴ്സാണ്, ഇത് ഞാൻ മാറ്റുകയില്ല. ഇവൻ എന്തുകൊണ്ടാണ് ഇത് മാറ്റിയാൽ ഇതിൽ കൂടുതൽ കിട്ടുമെന്ന് ചിന്തിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവന് വലിയ ഐശ്വര്യമൊന്നുമില്ല, എനിക്കറിയാവുന്നതല്ലേ. പക്ഷെ പേഴ്സ് കൊണ്ട് ഗിഫ്റ്റ് കൊടുത്താൽ ഇവർ പറയും ഇതെന്റെ ഒരു ഭാഗ്യ പേഴ്സാണ്, കുറെ നാളായിട്ട് ഞാനിത് മാറുകയില്ല എന്ന് പറയും. ഇവനിത് കൂടുതൽ കിട്ടുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നേ ഇല്ല. അത് ഈ മറ്റേനെ പോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ സന്തോഷം കൊല്ലികളായ 4-5 കൂട്ടുകാരുണ്ടെങ്കിൽ കേൾക്കുക, വിടുക, അല്ലെങ്കിൽ അവനെ കളിയാക്കിയേക്കുക, അവന്റെ മുഖത്ത് കയറിയേക്കുക, അവൻ മേലെ പറയാത്ത അവസ്ഥയിലാക്കി വിട്ടേക്കണം. അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ തിരിച്ചറിയണം കേട്ടോ. നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഇവൻ വന്ന് പറഞ്ഞു കഴിയുമ്പം ശരി ഇനി അങ്ങനെ ആകുമെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയുള്ള പറച്ചിലുകാര് ഈ കോമൺ മെൻ ആണല്ലോ കൂടുതൽ. അവരിങ്ങനെ ചിന്തിക്കും, അവരത് നമ്മൾ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല എന്ന് വളരെ എളുപ്പത്തിൽ ഒന്ന് സൂക്ഷിച്ചു പോയിട്ട് വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചു പോയോ എന്ന് പറയൂലേ.
പോയിട്ട് വന്നാലും സൂക്ഷിച്ചു പോയിട്ട് വാ എന്ന് പറയും നമ്മൾ. അപ്പൊ അതൊരു നെഗറ്റീവ് നമ്മൾ ചിന്തിക്കുന്നത്, അത് അത്ര കാര്യമായിട്ട് എടുക്കണ്ട. നമുക്കിനി 1-2 ചോദ്യങ്ങൾ എടുക്കാൻ തോന്നുന്നു. യോയോ വിഷയത്തിൽ അതെ, യോയോ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ്? എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാരും ഹാപ്പി. അവിടെ കൈ വരുത്തുന്നു. ഈ ജന്മമേ അലമ്പായി പോയി, അടുത്തൊരു ജന്മം കിട്ടിയാൽ ആദ്യം മുതൽ അലമ്പ. അത് കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ചെയ്തതിന്റെയാണ് ഈ ജന്മം അലമ്പായത്. ഇത് എന്തോ നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് പോലെ കിടക്കുക. കഴിഞ്ഞ ജന്മം, ഈ ജന്മം, അടുത്ത ജന്മം, ഒരു ഗണയില്ല. എന്താ മോളെ മൈക്ക് മേടിച്ചിട്ട് മിണ്ടാതെ? വേറെ ആരും ചോദ്യം ചോദിക്കാതിരിക്കാൻ മൈക്ക് മേടിച്ച് ഒളിപ്പിച്ചു വെച്ചാണോ? ചോദിച്ചോ? ഈ ജന്മമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഈ സെഷൻ ഒന്നേ ഉള്ളൂ. അതെ, ഇപ്പൊ ചോദിക്കണം. ആരുമില്ലെന്ന് തോന്നുന്നു. മൈക്ക് എവിടെ പോയി? അതാ കൊച്ചു കൊണ്ടുപോയി. കണ്ട, ഇതിപ്പം ഇതിന്റെ താഴെ ഈ സാധനം നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലുണ്ടല്ലോ, ഇവരെല്ലാം അതിന്റെ താഴെ ഒന്ന് കമന്റ് ഇടും. നിങ്ങൾ നേരിട്ട് ചോദിച്ചാലേ ഇപ്പൊ പ്രശ്നമുള്ളൂ. ഈ ഇടയ്ക്ക് ഡിജിറ്റൽ താരങ്ങൾക്ക് ഒരു അവാർഡ് നൈറ്റ് സംഘടിപ്പിച്ചു. അപ്പൊ അങ്ങനെ വന്ന് പലരും സ്റ്റേജിൽ കയറി മൈക്ക് കൊടുത്തപ്പം അധികം ആരും സംസാരിക്കുന്നില്ല. കാരണം ക്യാമറ നോക്കി മൊബൈൽ നോക്കി സംസാരിക്കാൻ ഇവർക്ക് വലിയ മിടുക്കുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ലൈവായിട്ട് സ്റ്റേജിൽ കയറി ആളുകാരോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അവർ സംസാരിക്കുന്നില്ല. ശരിക്കും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന പരിപാടികൾ ചെയ്യുന്നത് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയാണ്. ഞാനും ജയമോഹനും കൂടെ പിന്നെ റൂമെടുത്തിരുന്ന് സംസാരിച്ചോളാം. നിങ്ങൾക്ക് കൂടെ സംസാരിക്കാനാണ്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കാൻ പറയുമ്പം നിങ്ങൾ ഇത്രയും സംശയിക്കേണ്ടതില്ല. അതെനിക്ക് തോന്നുന്നത് പിഷാടി പറഞ്ഞില്ലേ, സുഹൃത്തുക്കളെ ക്രൂരമായി കളിയാക്കുമെന്ന്. അങ്ങനെ പേടിച്ചിട്ടായിരിക്കും. ആരെയും കളിയാക്കില്ല. അത് പേടിക്കണ്ട. അതൊന്നും അങ്ങനെ ഗ്യാരണ്ടി ഒന്നും കൊടുക്കരുത്. അത് കിട്ടും ചിലപ്പോ. ആദ്യത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. എവിടെ മോനെ? മുന്നിലാണ്. സാർ നമസ്കാരം, പറയൂ. അല്ല, എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു 30 സെക്കൻഡ് പോലും ഞങ്ങളെ ചിരിപ്പിക്കാതെ ഇരിക്കാതെ ഒരു സെഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. ഞാൻ സാധാരണ നിങ്ങൾ ചിരിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നവനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ പരിപാടി എന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾ തമാശ പറഞ്ഞു, പക്ഷെ എന്ന് പറഞ്ഞു. പറയൂ. അതെ, അതായത് രമേശ് പിഷാരടി എന്നുള്ള ഒരു വ്യക്തിനെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് ഒരു കോമഡി അല്ലെങ്കിൽ നമുക്കൊരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലയിലാണ്. പക്ഷെ ഇന്നത്തെ സംസാരമാണെങ്കിൽ ഇപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. പലപ്പോഴും ഒരു ഫിലോസഫർ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ, ഈ പറഞ്ഞ യോലോ മതത്തിന്റെ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ പോലെ വലിയൊരു ബോഡി ഓഫ് വർക്ക് താങ്കൾക്ക് സ്വന്തമായിട്ടുണ്ട്. നമ്മള് പറയും ഇപ്പൊ ഖലീൽ ജിബ്രാനെ വായിക്കാം. ഖലീൽ ജിബ്രാൻ പ്രൊഫറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയ ആളാണ്. അല്ലെങ്കിൽ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന് ഈ 4 ബുക്ക് വായിച്ചാൽ മതി. പക്ഷെ പിഷാരടിയെ മനസ്സിലാക്കാൻ എനിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു സംഗതിയില്ല. കാരണം ഒരുപാട് വർഷങ്ങളായി ഒരുപാട് പരിപാടികളിലൊക്കെ ആയിട്ട് അങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു വലിയ ബോഡി ഓഫ് വർക്കാണ്. നമ്മളത് ഒരു പൊതുസമൂഹം അതെങ്ങനെ ആണ് അതിനെ അക്നോളജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇതിനെങ്ങനെയാണ് നിങ്ങൾ ടാക്കിൾ ചെയ്യുക? നിങ്ങളൊരു വരുന്ന ആളുകളോട്, പിഷാരടിയെ മനസ്സിലാക്കാൻ തയ്യാറായി വരുന്ന ആളുകളോട് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? എന്നെ മനസ്സിലായി. ഇപ്പൊ ഞാനൊരാള് രണ്ടാമതൊരാള് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാൻ അവനവനെ വിശദീകരിക്കാൻ ഒരുപാട് സമയം കളയാറില്ല. സത്യത്തില് അവനത് നമ്മളിപ്പോ വിശദീകരിച്ചാലും കാര്യമായിട്ട് എടുക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് അവനവനെ വിശദീകരിക്കുന്നില്ല. പിന്നെ ഈ ഫിലോസഫി എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ ഇച്ചിരി കൂടുതലുമാണ്. നമ്മൾ ചില ഇന്റർവ്യൂലൊക്കെ സംസാരിക്കുമല്ലോ. അപ്പൊ നമ്മൾ പായസം കുടിക്കുമ്പോൾ മുന്തിരിങ്ങനെ പറ്റി സംസാരിക്കില്ല, പായസത്തിനെ പറ്റി മൊത്തമായിട്ടാണ് പറയണേ. പക്ഷെ നമ്മുടെ ഇന്റർവ്യൂവിൽ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം മുറിച്ചെടുത്തിട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ചില റീലൊക്കെ വരും. അതായത് അതിനകത്തുനിന്ന് മുന്തിരിങ്ങ മാത്രം പെറുക്കി ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊണ്ടു തന്നാൽ നമ്മൾ മുന്തിരിങ്ങയെ പറ്റി പറയുമല്ലോ. അങ്ങനെയാണ് ഈ ഫിലോസഫി പറയുന്നു എന്ന് തോന്നിയത്. ഞാനത് പറയാൻ വേണ്ടി മാത്രമായിട്ടൊരു പരിപാടി ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മകൾ ഇപ്പോൾ സമീപകാലത്തൊരല്പം കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി മിക്കതും എനിക്ക് പ്രതിഫലമായി പണം തന്നിട്ട് തമാശ പറയാൻ വേണ്ടി വിളിക്കുന്ന വേദികളിലാണ് നിങ്ങൾ എന്നെ കാണുന്നത്. അവിടെ ഞാൻ പോയി ഇതൊന്നും പറയാൻ പാടില്ല. അവിടെ എന്നെ വിളിച്ചേക്കുന്നത് എനിക്ക് പൈസ തരുന്നതും നിർബന്ധമായും തമാശ പറയണം എന്ന് ഉത്തരവാദിത്വമുള്ള സ്ഥലങ്ങളിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ സമയം തമാശ പറയുന്നതായിട്ട് കാണുന്നത്. അല്ലാതെ നമ്മൾ സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന നമുക്ക് കുറെ ആളുകളോട് ഇടപെടുമ്പം ഈ പറയുന്ന ഒരു ജീവിത വീക്ഷണങ്ങൾ വഴിയെ ഉണ്ടാവും. ഞാനിതൊന്നും നിർബന്ധിക്കാറൊന്നുമില്ല ആരെയും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്നെ ടാക്കിൾ ചെയ്യുക അല്ലെങ്കിൽ എന്നെ മറ്റൊരാളുടെ മുന്നിൽ ഇന്ന രീതിയിലുള്ള ഒരു ഇമേജ് ക്രൈസിസ് വന്നിട്ട് എന്റെ ഇമേജ് ഇതാണ്, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ബുദ്ധി എനിക്കുണ്ട് അല്ലെ ബുദ്ധി എനിക്കില്ല എന്നൊക്കെ പറയുന്നതിനേക്കാളും ഞാൻ എപ്പോഴും ആസ്വദിക്കുന്നത് എനിക്ക് കാര്യമായ ബുദ്ധി ഇല്ല എന്ന് നാട്ടുകാർ വിചാരിക്കുന്നതാണ്. കുറെ ഏരിയയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. ബുദ്ധി ഇല്ലെന്ന് ആൾക്കാർ വിചാരിച്ച് കിട്ടിയ
നമ്മൾ രക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാൻ വലിയ കാര്യമായിട്ട് ശ്രമിക്കാറില്ല. പ്രൂവ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല, ടെൻഷനാവും. പിന്നെ എന്താന്ന് വെച്ചാൽ വിചാരിച്ചോട്ടെ, നമുക്ക് എന്തോ കുഴപ്പം. പക്ഷെ ഇനിയിപ്പോ രക്ഷയില്ല, കൊമേഡിയൻ കം ഫിലോസഫർ ആയ സ്ഥിതിക്ക് ആ ഇമേജോട്ട് ജീവിക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. ഇല്ല, ഫിലോസഫർ ഈ പ്രശ്നം ഇങ്ങനത്തെ പരിപാടിക്ക് വന്നിട്ട് പറയുന്നതുകൊണ്ടാണ്. ഇപ്പൊ കോമഡി ഉണ്ടായിരുന്നപ്പോ കോമഡി പരിപാടിക്ക് പോയി, ഇങ്ങനത്തെ പരിപാടിക്ക് വന്നപ്പോ ഇങ്ങനത്തെ പരിപാടിക്ക് വന്നു, അത് കുറച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുന്നുണ്ട്, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, എന്ത് ദോഷമില്ലല്ലോ. ഫിലോസഫിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചോദ്യമാണ്. ഈ അടുത്ത് ഞാൻ സ്ക്രോൾ ചെയ്തപ്പോ രമേശ് പിഷാരടി എവിടെയോ പറഞ്ഞ ഈ സ്നിപ്പറ്റാണ് കിട്ടിയത്. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന സെൽഫിയില് നമ്മൾ ഡിലീറ്റ് ചെയ്ത് വിടുന്ന സെൽഫികളാണ് നമ്മുടെ ഒറിജിനൽ ഫേസസ് എന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ റീസൈക്കിൾ ബില്ലിൽ പോയിട്ട് ഒന്ന് നോക്കി എത്ര സെൽഫി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു സന്തോഷം കണ്ടെത്തി. അപ്പോൾ ആസ് എ കൊമേഡിയൻ നിങ്ങൾ വളരെ അടിപൊളിയാണ്. പക്ഷെ ഐ തിങ്ക് വി നീഡ് ടു എക്സ്പ്ലോർ ദി ഫിലോസോഫിക്കൽ സൈഡ് ഓഫ് രമേശ് പിഷാരടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ എന്താ പറയാ, നമ്മൾ എപ്പോഴും പറയും കോമഡി പറയാൻ എല്ലാവർക്കും കുറെ പേർക്കൊക്കെ പറ്റും. പക്ഷെ നമുക്ക് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ജോക്സ് പറയാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത്. ആൻഡ് ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, നിങ്ങൾക്കൊരു പോഡ്കാസ്റ്റോ യൂട്യൂബ് ചാനലൊക്കെ ആക്റ്റീവായിട്ട് തുടങ്ങിക്കൂടെ എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടിയാണ് ഈ ചോദ്യത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പോഡ്കാസ്റ്റ് ഒക്കെ തുടങ്ങിയാൽ അത് ചെറിയൊരു, എനിക്കത് ബാധ്യതയെ തുടങ്ങും. നമ്മളിപ്പോ മുതുകാടിനെ കാണുന്ന ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം കാണിക്കാവുന്ന ചോദിക്കും. കാരണം പുള്ളിക്ക് 2 മാജിക് ഐറ്റം പോക്കറ്റിൽ കൊണ്ടു കിടക്കേണ്ട അവസ്ഥ വരും. അപ്പൊ പിന്നീട് ഇത് ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് ഒക്കെ തുടങ്ങിയാൽ അതിൽ ആഴ്ചക്ക് ഇടേണ്ടി വരും. ആൾക്കാർ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ് തുടങ്ങും. നമുക്കിപ്പോ എങ്ങനെയൊക്കെ പോയാലും ഒറ്റം തെറ്റൊക്കെ ഇട്ട് മൈക്ക് കൈ കിട്ടുന്നുണ്ടല്ലോ, ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ടല്ലോ, ആവശ്യക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ മറ്റേ പോഡ്കാസ്റ്റ് ഒക്കെ തുടങ്ങി നിത്യേന ഇത് പറയാൻ തുടങ്ങുക എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ജോലിയല്ല. സമൂഹത്തെ നവീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സൈഡിൽ കൂടെ നമുക്ക് നടക്കുന്നതല്ലാതെ ഒരു പ്രവാചകനും കട്ടിലെ കിടന്ന് മരിച്ചിട്ടില്ല. എല്ലാ പ്രവാചകനെയും നാട്ടുകാർ തല്ലിക്കൊന്ന കേസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഏത് ചരിത്രം എടുത്താലും പുരാണം എടുത്താലും ഇതിന് പോയവരെയൊക്കെ കൂടെ നാട്ടുകാർ കല്ല് വെച്ചെറിഞ്ഞ് ഓടിച്ച ചരിത്രമുള്ളൂ. അപ്പം ആവശ്യക്കാരൻ ഇത് തേടിയെത്തും, കണ്ടെത്തും, അവിടെ പോവും. അപ്പം ഒരു പോഡ്കാസ്റ്റ് തുടങ്ങി ഇത് നിരന്തരമായി പറയുക എന്ന് പറയുന്നത് ഞാൻ ആലോചിച്ചിട്ടില്ല ഇതുവരെ. താൻ പറഞ്ഞ ഈ ഡിലീറ്റ് ചെയ്ത സെൽഫികളാണ് എന്ന് പറഞ്ഞത് ശരിക്കും എൻ്റെ വരികളല്ല. അത് റാംമോഹൻ പാലിയത്ത് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ വെബിനിവേശം എന്ന് പറഞ്ഞൊരു ബുക്കിൽ പറഞ്ഞത് വായിച്ചത് ഞാൻ അവിടെയും ഞാൻ പറഞ്ഞിരുന്നു. അതില് പറഞ്ഞിട്ടുള്ളതാണ് ആ വരികൾ കേട്ടോ. എന്തായാലും ഈ ഫിലോസഫി പറഞ്ഞിട്ട് കല്ലേറ് കൊള്ളുന്നത് കോമഡി പറഞ്ഞ് കല്ലേറ് കൊള്ളുന്നതിനേക്കാളും നല്ല സംഗതിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കോമഡി പറഞ്ഞ് അല്ല, കല്ലേറ് കൊള്ളുന്നത് എന്ത് പറഞ്ഞിട്ടാന്നുള്ളതിനുള്ള അഭിപ്രായമൊന്നുമില്ല. കിട്ടണം മേടിക്കുക എന്നുള്ളൂ. കോമഡി പറഞ്ഞാലും ശരി, വെറുതെ ഇരുന്നാലും ശരി, പരിപാടി കാണാൻ പോയവന്റെ തലക്കിട്ടണം കിട്ടിയാലും കിട്ടണം മേടിച്ചോണ്ട് പോകാനേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഫിലോസഫി പറയൽ എന്ന് പറയുന്ന ഒരു ജോലി ഞാൻ എടുക്കുന്നില്ല. അത് നമ്മൾ വർത്തമാനത്തിൽ അറിയാണ്ട് വന്നു പോകുന്നതാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത്തരം സ്റ്റേജുകളിൽ വരുമ്പോൾ അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഫിലോസഫി ഒരു പരിധി കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറടിക്കുന്ന സാധനമാണ്. കോമഡി അങ്ങനെയല്ല, നമുക്ക് പറഞ്ഞും വീണ്ടും. പിന്നെ വേറൊരു കാര്യം അറിയാമോ, കോമഡി പറയുമ്പോൾ എനിക്കും കൂടെ ഒരു സന്തോഷമുണ്ട്. ഫിലോസഫി എനിക്ക് അത്ര ഭയങ്കര കാര്യമില്ല, എനിക്ക് അറിയാവുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞ കോമഡി ചിലപ്പം പാളിപ്പോകാനുള്ള, ഫിലോസഫി ഒന്നും പാളിപ്പോകുന്നില്ല ഒരിക്കലും. റിസ്ക് ഇല്ലല്ലോ, ഇരുന്ന് കോനടിക്കുന്നതിന് എന്നെ റിസ്ക് ഉള്ളത്, തത്വം ഇടുന്നതിന്. പക്ഷെ കോമഡിക്ക് പാളിപ്പോകാനുള്ള റിസ്ക് ഉണ്ടെന്ന് പറയുന്നത് നമുക്കൊരു കൂടുതൽ ടൈറ്റ് തരുന്ന കാര്യമാണ്. ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് എടുക്കാം. അതെ ഉണ്ട്, എടാ മോളെ ചോദിക്കണം. ആരാ? സർ ഒരു ക്വസ്റ്റ്യൻ. ഓക്കേ, മൈക്ക് അവിടെയാണ്. അയ്യോ, ആ കൊച്ചും കൂടെ ചോദിച്ചോട്ടെ കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് കാണുന്നില്ലല്ലോ നിങ്ങളെ. ഒന്ന് എണീറ്റില്ല. മോനെ ഒന്ന് എണീക്ക്. നീല ടീഷർട്ട്, പേരെന്നാ? ഡാൻസറോ? ഡാൻസൺ. യെസ്. ഈ യോലോ എന്നുള്ള കൺസെപ്റ്റില് ദൈവത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന്, മതത്തിന്റെയും ദൈവത്തിന്റെയും സ്ഥാനം. ഈ സാധനം ഫസ്റ്റ് കൊണ്ടുവന്നത് ഇവരാണ്. ഈ യോലോയൊക്കെ ഒരു ജീവിതവും നിങ്ങൾക്കുള്ളൂ. കഴിഞ്ഞ ജീവിതം, അടുത്ത ജന്മം, ഈ ജന്മത്തിൽ ചെയ്തതിന്റെ അടുത്ത ജന്മത്തിൽ അനുഭവിക്കും. കഴിഞ്ഞ ജന്മത്തിന്റെ ഈ ഇതും നിങ്ങൾക്ക് പല ജന്മങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് വന്നത് മതമാണ്. അതില് യോലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി മതം ഉപയോഗിക്കാം, നിങ്ങൾക്ക് വിദ്വേഷത്തിന് വേണ്ടി മതം ഉപയോഗിക്കാം, ആത്മസമാധാനത്തിന് വേണ്ടി മതം ഉപയോഗിക്കാം, രാഷ്ട്രീയത്തിന് വേണ്ടി മതം ഉപയോഗിക്കാം. അപ്പോ യോലോ എന്ന് പറയുന്നതിനകത്ത്
ഒന്നും മാത്രമല്ല, നിങ്ങളുടെ ഫുഡ് തൊട്ട് വസ്ത്രം തൊട്ട് നിങ്ങൾ ശ്വസിക്കുന്ന വായു ഉൾപ്പെടെ നമ്മുടെയൊക്കെ രാജ്യത്തിൽ ജാതിയും മതവും എല്ലാം കലങ്ങി കിടക്കുന്നുണ്ട്. നിങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞാനൊരിടത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ക്രിസ്മസ് കരോള് പോകാൻ ഇഷ്ടമാണ്. കരോളില്ലാത്തൊരു ദിവസം രാത്രി ഞാൻ ചെണ്ടടിച്ച് ഏതെങ്കിലും വീട്ടിൽ പോയി എന്നെ അവർ പോലീസ് കേസ് കൊടുക്കും. അപ്പം മതം ഉപയോഗിച്ച് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കരോള് വെക്കൂ. രാവിലെ 4 മണിക്ക് വിഷുവിന് പടക്കം പൊട്ടിക്കുന്നില്ലേ? എന്ത് രസമാണ് പൂത്തിരിക്ക് കത്തിക്കാൻ. വിഷു ഇല്ലാത്ത ദിവസം പൊട്ടിച്ചു നോക്കി, അയലോക്കാരും കേസ് കൊടുക്കും, ഇവനെ കൊണ്ട് വലിയ ശല്യം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മതത്തിൽ സന്തോഷിക്കാനുള്ള സ്കോപ്പുള്ള സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് അതെടുക്കാം. വിദ്വേഷത്തിന് സ്കോപ്പുള്ള സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് അതെടുക്കാം. പിന്നെ ഈ ചില ആളുകൾ വർഗീയതയൊന്നും എനിക്കില്ല എന്ന് പറയുമല്ലോ, അത് ഞാൻ ആരെയും കടിക്കുകയില്ല, എന്റെ പട്ടിയെ വിട്ട് കടിപ്പിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. എനിക്ക് വർഗീയതയില്ല. ഞാൻ വർഗീയതയുള്ളവരെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്ത് അതിന്റെ ഗുണം ഫലം ഞാൻ അനുഭവിക്കുന്നു പറയുന്ന പോലെയാണ് രാഷ്ട്രീയം പലപ്പോഴും മതത്തിന് ഉപയോഗിക്കുന്നത്. ഇതിലൊക്കെ പെടാതെ സന്തോഷമായിട്ടിരിക്കാൻ നോക്കുക. നീ കേക്കണ്ടോ ഇത്? നീ ചോദ്യം ചോദിച്ചിട്ട് അവിടെ വേറെ എങ്ങോട്ടോ നോക്കി ഇരിക്കുക. ഓക്കെ അല്ലേ? ഇതിന് സ്ഥാനമുണ്ട് കേട്ടോ. മതത്തിനൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കാം. സർ, ഒരു ക്വസ്റ്റ്യൻ കൂടി. ആയിക്കോട്ടെ. അത് ഇപ്പൊ എല്ലാവർക്കും സാറിനെ പോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് തോന്നുന്നു സൊസൈറ്റി എപ്പോഴും ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആൾക്കാർക്ക് ജീവിക്കാനായിട്ട്. അപ്പം അതൊന്നും ഓവർകം ചെയ്യാനായിരിക്കും കുട്ടികൾക്കായാലും നമ്മൾക്കായാലും ഒക്കെ ആഗ്രഹം. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത്? സാർ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് വന്ന പോലെ വന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. വന്ന പോലെ വന്നോട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങളുടെ നോർമൽ അവസ്ഥ ഹാപ്പി ആയിരിക്കുക എന്ന് പറയുന്നത്, ഞാൻ അതിന്റെ മേളിലാണ് ഹാപ്പിനെസ് എന്ന് വിചാരിക്കാണ്ടിരുന്നാൽ മതി. വന്ന പോലെ വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്ന ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് മനസ്സിലാക്കിയതിന്റെ തെറ്റാണ്. സമൂഹം ഈ പറഞ്ഞതുപോലെ നമ്മള് ആളുകൾ കൂടി സമൂഹം ഉണ്ടാകുമെന്നല്ല, ഇവിടെ ഓൾറെഡി ഒരു സമൂഹമുണ്ട്. നമ്മൾ 20 വർഷം ട്രെയിൻ ചെയ്ത് ഈ സമൂഹത്തിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പല സന്തോഷങ്ങളും ഒന്നിക്ക് പോലീസ് കേസാണ്, അല്ലെങ്കിൽ പാപമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുറെ ഫിസിക്കൽ സന്തോഷങ്ങൾക്ക് ഉണ്ട്. ഞാൻ ആകെ ഇത്രയും നേരം നമ്മൾ പറയുന്നതിനകത്ത് കൺക്ലൂഡ് ചെയ്യാൻ പോകുമ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, സന്തോഷം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് തേടി അന്വേഷിച്ച് ഒരിടത്ത് ഇരിപ്പുണ്ട്, അവിടെ പോയി ഇത്തിരി എടുക്കുക എന്നൊന്നും വിചാരിക്കാതെ തന്നെ വളരെ റെഡിലി അവൈലബിൾ ആയിരിക്കുന്നുണ്ട്. മനസ്സിലാക്കിയാൽ മതി. അത് മെജോറിറ്റി എന്താ അങ്ങനെ വിചാരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. ലൈക്ക് ഇങ്ങനെയാണ് ഈ സാധനം എന്നാണല്ലോ ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നത്, സന്തോഷം എവിടെയോ ഉണ്ടെന്ന്. എന്തുകൊണ്ട് നമുക്കത് അങ്ങനെയല്ലാതെ കുറച്ചും കൂടി ജനകീയമായിട്ട് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ പരിണാമപരമായ ഒരു പ്രശ്നമാണ്. നമ്മൾ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കിട്ടുന്ന പല സാധനങ്ങളും നമുക്കൊട്ടും ഹാപ്പി അല്ല. പല സന്തോഷങ്ങളും മെറ്റീരിയൽ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നിങ്ങൾക്കെല്ലാം സാധാരണ ഫോണോ, എനിക്ക് മാത്രം iPhone 17 ആണെങ്കിൽ iPhone കൊണ്ടുള്ളൊരു സന്തോഷം എനിക്കുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട സാധനങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ല. മറ്റുള്ളവനേക്കാൾ ഇത്തിരി കൂടുതൽ എനിക്ക് കിട്ടിയെങ്കിൽ മാത്രമേ സന്തോഷം. ഞാൻ ആദ്യം പറഞ്ഞ ഡിജിറ്റ്സിന്റെ പ്രശ്നം അതിലുണ്ട്. എണ്ണത്തിൽ കൂടുതൽ കിട്ടിയാലേ സന്തോഷം. ഈ ശ്വാസം എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ. അത് 3 നേരം ഭക്ഷണം എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അഡീഷണൽ കിട്ടിയാലേ ഞാൻ സന്തോഷിക്കാൻ പാടുള്ളൂ. നോർമൽ അവസ്ഥകൾ എല്ലാവർക്കും തുല്യമായി കിട്ടുന്നതാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് ആ അവസ്ഥയിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്തത്. ഞാൻ എപ്പോഴും ഇതില്ലാത്ത അവസ്ഥയിലായിരുന്നെങ്കിലോ അത് മനസ്സിലാവണമെങ്കിൽ ഇതും കൂടെ പറയാം. ഇടക്കൊന്ന് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി പോയിട്ട് 10 മിനിറ്റ് നിന്നാൽ മതി. അപ്പൊ ശ്വാസം കിട്ടാൻ പാടുള്ള ആളെയും, നടക്കാൻ പാടുള്ള ആളെയും, വെള്ളം കുടിക്കാൻ പാടുള്ള ആളെയും, ക്ലിയർ ആയിട്ട് കാണാൻ പാടുള്ള ആളെയും, മിണ്ടാൻ പാടുള്ള ആളെയും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം ഗിഫ്റ്റഡ് ആണ്. നമ്മളിപ്പോൾ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രഷ്യസ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ സന്തോഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, കോൺസ്റ്റന്റ് ആയിട്ട് അതല്ലാതെ നിങ്ങൾ വേറെ കുറെ ആൾക്കാരുടെ ജീവിതം ഫോളോ ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലായതുകൊണ്ടാണ് നിങ്ങളുടെ സാധാരണ സന്തോഷം സന്തോഷമായിട്ട് തോന്നാത്തത്. സമയം കഴിഞ്ഞില്ലേ? ഓക്കെ. പക്ഷെ ഒരു കുട്ടി കുറെ നേരം അതെ, അവരും കൂടെ ചോദിക്കട്ടെ കേട്ടോ. സാർ, എന്റെ പേര് ഐശ്വര്യ എന്നാണ്. നമ്മൾ ഇന്നിവിടെ ഹാപ്പിനെസിനെ പറ്റിയിട്ടാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്തോഷത്തോടെ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഫിൻലൻഡ് ആണ്. അതുപോലെ തന്നെ അവിടാണ് സൂയിസൈഡ് റേറ്റും ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ ഈ ആവശ്യങ്ങളെല്ലാം നമുക്ക് അങ്ങോട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സാച്ചുറേഷൻ ലെവലിൽ എത്തുമല്ലോ, നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ. അപ്പൊ എത്താതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് ചിന്തിക്കുന്നതിലാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്റെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പം നമ്മുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ എല്ലാം സാധിക്കാതിരുന്നാൽ അത്യാവശ്യം സന്തോഷത്തോടൊക്കെ ജീവിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം. അല്ല, എല്ലാ ആഗ്രഹങ്ങളും
ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മുടെ ആഗ്രഹം നമ്മൾ എക്സെപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം കുറച്ചുകൂടെ നിങ്ങൾ നീക്കി വെക്കും. നിങ്ങൾക്ക് വെറുതെ ഇരിക്കണ ആൾക്ക് 10,000 രൂപ ശമ്പളം കൂട്ടി കൊടുത്ത് അവൻ അപ്പം തന്നെ 10,000 രൂപയുടെ ഒരു ചെറിയ പരിപാടി പ്ലാൻ ചെയ്തത് കയറ്റി വെച്ചിരിക്കും. അപ്പം അങ്ങനെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു പരിപാടി നമുക്ക് ഇല്ല. എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ ഫിൻലൻഡിൽ എന്തുകൊണ്ടാണ് ഈ സൂയിസൈഡൽ റേറ്റ്? കാര്യം ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നത്? ഞാനത് പറഞ്ഞല്ലോ, ഫിൻലൻഡിൽ സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നത് വല്ല മനുഷ്യരോട് വാഗോണ്ട് ചോദിക്കുന്ന സർവേ അല്ലാണ്ട് ഇതിന് അളവും ഇതൊന്നും ഇല്ലല്ലോ. നമ്മുടെ ദുഃഖം വെച്ച് നോക്കുമ്പം ഇത് പറയുന്നതാണല്ലോ. പിന്നെ ഈ ആത്മഹത്യ ചെയ്യുന്നത് ആൾക്കാര് ചിലപ്പോൾ ഹാപ്പി ആവണമെന്നില്ല. സന്തോഷമുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റവനൊക്കെ ചത്തുപോകും, അപ്പോഴും ഇൻഡെക്സ് മേളിൽ കയറി കിടക്കും. പ്രശ്നം പിടുത്തം കിട്ടിയോ? മൊത്തം 10 പേരുണ്ട്, 2 പേര് ഹാപ്പിയില്ല, 2 പേരും ആത്മഹത്യ ചെയ്തു, അപ്പൊ 8 പേരും ഹാപ്പി, ഫുൾ 100% ആയി. നമ്മളിവിടെ ആത്മഹത്യ ചെയ്യുന്നില്ല, നമ്മൾ എങ്ങനെയാലും ഫൈറ്റ് ചെയ്ത് ജീവിച്ചിരിക്കുക. അപ്പൊ പ്രപ്പോർഷൻ വ്യത്യാസം വരും, അതുകൊണ്ടായിരിക്കും. എവിടുന്നടാ ഫിൻലൻഡ്? അപ്പോ അയ്യോ ശരി, നേരത്തെ ചോദിക്കാൻ പറഞ്ഞപ്പോ ഒരു മനുഷ്യനില്ലായിരുന്നു. ഞാൻ നമുക്കിത് അവസാനിപ്പിക്കാം. ചോദിച്ചോ. പിഷാരടി എന്ന മനുഷ്യൻ വ്യക്തി നേരത്തെ പറഞ്ഞല്ലോ, ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിക്ക് പോകുമ്പോൾ സ്ട്രെസ് എടുത്തിട്ട് ആ കോമഡി പാടി പോകുമോ എന്നുള്ള ടെൻഷൻ അടിച്ചിട്ടാണ് പോകുന്നത്. അതല്ലാതെ ഇങ്ങനെ ഇപ്പൊ ഫ്രീ ആയിട്ട്, ഇപ്പൊ ഫ്രീ മീൻസ് മൈൻഡ് ഫ്രീ ആയിട്ട് ഇപ്പൊ സംസാരിക്കുമ്പോൾ ഇതിൽ ഏതാണ് പിഷാരടി എന്നുള്ള ഒരു വ്യക്തി? ഓഫ് കോഴ്സ് അരി മേടിക്കാൻ അത് വേണം, പക്ഷെ അല്ലാതെ പിഷാരടി എന്നുള്ള വ്യക്തി ഏതാണ് കൂടുതലായിട്ട് ആസ്വദിക്കുന്നത്? ഇപ്പോ യാത്രകൾ ചെയ്യുന്നതാണ്, ഇപ്പൊ ചാക്കോച്ചനും മനുഷ്യജിക്ക് ആയിട്ട് ഏതാണ് ഒരു ശരിക്കും താങ്കൾ സന്തോഷിക്കുന്നത്? അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ബാൻഡേക്ക് വരുള്ളൂ. കൊമ്പൻ ജില്ലയെ പറ്റി ഞങ്ങളുടെ നാട്ടിൽ ചെറുപ്പത്തിലൊരു ക്ലാസ് എടുക്കാൻ വന്നു. കൊമ്പൻ ജില്ലയെ എങ്ങനെ നശിപ്പിക്കും എന്നുള്ളതിനെ പറ്റി ക്ലാസ് എടുക്കാൻ വന്ന് 20 മിനിറ്റ് അന്ന് കാലത്ത് പ്രൊജക്ടറൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാട്ടിലെ ഒരു 10-30 കർഷകരൊക്കെ കൂടി ഇരുന്ന് ആ പ്രൊജക്ടറിൽ കൊമ്പൻ ജില്ലി ഇങ്ങനെ വരും, കൊമ്പൻ ജില്ലിക്ക് ഇന്നത് തളിച്ചാൽ കൊമ്പൻ ജില്ലി പോകും, കൊമ്പൻ ജില്ലി തെങ്ങിന്റെ മട തിന്നും, അതിനിത് ചെയ്യണമെന്ന് ഏതാണ്ട് 20-25 മിനിറ്റ് ക്ലാസ് കഴിഞ്ഞ ശേഷം എല്ലാം പറഞ്ഞതിന് ശേഷം ഇയാൾ ചോദിച്ചു, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചപ്പോൾ ഓനാഞ്ചേട്ടൻ എണീറ്റിട്ട് ചോദിച്ചു, സാർ ഈ ചെമ്പൻ ജില്ലീനെ എങ്ങനെ കൊല്ലുന്നതെന്ന്. പേരും തെറ്റിച്ചു, കേട്ടിടത്തോളം വീണ്ടും ചോദിച്ചു. അതുപോലെ ഏറ്റവും സാധാരണമായ കാര്യങ്ങളിൽ വരെ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്ന ഞാനാന്ന് പറഞ്ഞപ്പം എന്നോട് ചോദിക്കുക, യാത്ര പോണതാണോ സന്തോഷം, മിമിക്രി ചെയ്യണതാണോ സന്തോഷം, സ്റ്റേജിൽ പോണത്? മോനെ എല്ലാം സന്തോഷമാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ചിലതെന്നുള്ളത്. ഏറ്റവും കൂടുതൽ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ എനിക്കത് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ വെറുതെ അത് ഇന്ന് യാത്ര പോയി, നാളെ ചിലപ്പോൾ വെറുതെ ഇരുന്നായിരിക്കും സന്തോഷം. ചിലപ്പോൾ തിയേറ്ററിൽ പോയിട്ട് ജയിലർ സിനിമ കണ്ടിട്ട് രജനീകാന്ത് നടന്നു തന്നെ കാണുമ്പോഴായിരിക്കും സന്തോഷം. അപ്പൊ അത് മാറിക്കൊണ്ടേയിരിക്കും. സെക്കൻഡ് ഹാപ്പിനെസ്സേ പറയാൻ പറ്റുള്ളൂ, ഫസ്റ്റ് ഹാപ്പിനെസ് മാറിക്കൊണ്ടേയിരിക്കും. അത്യാവശ്യം വളരെ വേണ്ടപ്പെട്ട പരിചയമുള്ള ആളുകൾക്കോ എനിക്കോ ഫിസിക്കലായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒക്കെ വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നതിൽ ഇടപെട്ട് അത് ശരിയാക്കുന്ന ചില സമയങ്ങൾ മാറ്റിവെച്ച് നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ സമയത്തും ഏതാണ്ട് തുല്യമായ അളവിൽ ഞാൻ സന്തോഷവാനാണ്. ഒരു പേപ്പർ എടുത്ത് നടുക്കൊരു വരയിട്ടിട്ട് ലാഭം നഷ്ടമെന്ന് പറഞ്ഞ് 2 കോളം എഴുതിയാൽ എനിക്ക് നഷ്ടത്തിന്റെ കോളത്തിൽ കാര്യമായി എഴുതാൻ ഒന്നുമില്ല, വെറുതെ വന്നതാണ്. അവിടെ ഇവിടെയും പോയി മിമിക്രി കാണിച്ച് തമാശ പറഞ്ഞു നോക്കി ഇത്ര എത്തിയിട്ടുണ്ട്. ലാഭം കുറയുന്നത് നഷ്ടമല്ലാത്തത് കൊണ്ട് ഹാപ്പിയാണ്. അപ്പൊ ഹാപ്പിയായി എല്ലാവരും ഇരിക്കുക, ഹാപ്പിനെസ് പകർത്തുക. താങ്ക് യു ജയമോഹൻ സാർ, താങ്ക് യു വെരി മച്ച്. നമ്മൾ വീണ്ടും കൂടി ഇനിയും കൂടാം.